ഹലോ എക്സാമിനർ +1 ഫാമിലി മക്കളെ, നിങ്ങളിൽ പല കുട്ടികളും കാത്തിരുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഈ ഒരു വീഡിയോ റിവീൽ ചെയ്യാൻ പോകുന്ന എക്സാമിനറിന്റെ +1 ഉജ്വൽ ക്രാഷ് കോഴ്സിന്റെ ബാച്ച്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ക്രാഷ് കോഴ്സിന്റെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. കുറേ ഫീച്ചേഴ്സിൽ പറയാനുണ്ട്, കുറേ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ കുറേ ഇതിൽ പറയാനുണ്ട്. അതൊക്കെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. വേഗം തന്നെ ജോയിൻ ചെയ്യാൻ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി ക്രാഷ് കോഴ്സ്, നമ്മുടെ +1 ക്രാഷ് കോഴ്സ് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിൽ കിട്ടുക? ഫസ്റ്റ് തന്നെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ +1 ജേർണി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് കണ്ടന്റിൻ്റെ ലെവൽ കൂടിയിട്ടുണ്ടാവും. ആൻഡ് ഈ ഫൈനൽ എക്സാമിലെ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നിങ്ങളുടെ 520 മേടിക്കാൻ പറ്റുന്ന ചാൻസ്. അപ്പോൾ ഒന്നും അറിയാത്ത കുട്ടിക്കും, ഓക്കെ, ഒന്നും അറിയാതെ നിങ്ങൾ ഇത്രയായിട്ടും കുറേ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തില്ല, ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല, അങ്ങനെ 0 സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടിക്കും നിങ്ങൾക്ക് ഒരു പുഷ് വേണം. നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ചാപ്റ്റേഴ്സ്, ബാക്കി പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇത്. അപ്പം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഫ്രം 0 ആയിക്കോട്ടെ, ഫ്രം 10% ആയിക്കോട്ടെ, 20, 30, 40 എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ബാച്ചാണ്. കാരണം എന്തൊക്കെ കിട്ടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് അലക്സർ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്രേ ഉള്ളൂ. മക്കളെ, നിങ്ങൾ എല്ലാവരും എക്സാമിനറിന്റെ യൂട്യൂബിലെ ക്ലാസ് കാണുന്നുണ്ടാവും, അല്ലെ കണ്ടിട്ടുണ്ടാവും, ഇനി ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം എക്സാമിനറിന്റെ ക്ലാസിന്റെ ക്വാളിറ്റി എത്രയാണ്, എത്രത്തോളം നന്നായിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ യൂട്യൂബിലെ ക്ലാസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂട്യൂബിലെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി അത് ഉപയോഗിച്ച് പഠിച്ചാൽ ഒരു സംശയമില്ല മക്കളെ, ക്രിസ്മസ് എക്സാം നമ്മൾ തകർക്കും. പക്ഷേ നിങ്ങളിൽ പലർക്കും ഈ ഒരു ഫീലിംഗ് ഉണ്ടാവും, സാർ എനിക്ക് ഒരു ചാൻസും കൂടി തന്നാൽ, ഒന്നും കൂടി സാറ് പഠിപ്പിച്ചാൽ, ഫസ്റ്റ് മുതൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ചാൻസ് കൂടി കിട്ടിയാൽ ഞാൻ തകർക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബാച്ച്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ പഠിച്ചെടുക്കാൻ, എന്നാൽ ഫസ്റ്റ് മുതൽ നമ്മൾ യൂട്യൂബിൽ എടുക്കുന്ന വൺ ഷോട്ട് വെച്ച് മാത്രമല്ല, കൂടുതൽ കാര്യങ്ങൾ വെച്ച് പബ്ലിക് എക്സാമിൽ മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. ആ അവസരം സീക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. ഓക്കെ, ഈ ബാച്ചിൽ എന്തൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. ബാച്ചിന്റെ ഓരോരോ ഫീച്ചേഴ്സ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് കാര്യം എന്തുണ്ടാവും, 1 ഷോട്ട് റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. അതായത് നിങ്ങൾ ഓരോ ചാപ്റ്ററിന്റെയും, ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ മുതലുള്ള അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള 1 ഷോട്ടിൽ റിവിഷൻ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവും. ഇത് യൂട്യൂബിലുള്ള പോലെ ഷോർട്ട് ലൈവുകളായിരിക്കില്ല, 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനത്തെ ലൈവുകളായിരിക്കില്ല. കുറച്ചുകൂടി ലെങ്തി റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ 2 hours 3 hours അങ്ങനെ വേണം നമുക്ക്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിനും ഓണം പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചെടുക്കാം ചാപ്റ്റേഴ്സ്. പബ്ലിക് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്പോഴും നിങ്ങൾ വളരെ ഷോർട്ട് മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കില്ല. പല ചോദ്യങ്ങളും, പ്രത്യേകിച്ച് ഈ വർഷമൊക്കെ പരീക്ഷ ടഫായിട്ട് വരാനാണ് ചാൻസ്. അപ്പോൾ ടഫായിട്ട് വരുന്ന പരീക്ഷയിലുള്ള ഡിഫിക്കൽട്ട് ചോദ്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ ഈ 1 ഷോട്ട് ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും അവിടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വേറെ ഒരു മെറ്റീരിയൽ പോലും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. വേറെ എക്സാമിനറിന് വരെ നിങ്ങൾ വേറെ ക്ലാസ് നോക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് നമ്മൾ അവിടെ തീർക്കുന്നതായിരിക്കും. ഇത് കൂടാതെ ഈ വർഷം നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ് അനാലിസിസ് വീഡിയോ. അതായത് ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾ അറിയാതെയാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ ഏതാണ് ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഏതാണ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലാത്ത ടോപ്പിക്സ്, എല്ലാ കാര്യങ്ങളും ആദ്യം ഈ അനാലിസിസ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനെയും പറഞ്ഞു തന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റർ കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കാര്യമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ. അപ്പോൾ മക്കളെ, ഇന്നേ വരെ വന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങ് തരും. എങ്ങനെ തരാൻ പോകുന്ന PDF മാത്രമാണോ? അല്ല, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും വീഡിയോ ആയിട്ട് സൊല്യൂഷൻ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ മാത്സിൽ ഒരു ചാപ്റ്റർ എടുക്കും, പെർമ്യൂട്ടേഷൻ എടുത്തു, അതിൽ എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ വന്ന എല്ലാ ക്വസ്റ്റ്യനും വീഡിയോ സൊല്യൂഷൻസ് ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അതിന് സമയമില്ലെങ്കിൽ, നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ, സ്വന്തം ചെയ്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ PDF ഉണ്ടാവും. ഇതും കൂടി കിട്ടിയ ഫുൾ സെറ്റാണ്. ഓക്കെ, ഇന്നേ പറയുന്നത് എല്ലാ മോഡൽ എക്സാം, ഫൈനൽ എക്സാം, ക്രിസ്മസ് എക്സാം എല്ലാ പേപ്പറും സോൾവ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതോടെ നിങ്ങൾ 1 ഷോട്ട് റിവിഷൻ കഴിഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്സ് മനസ്സിലാക്കി, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. പഠനത്തിന്റെ കാര്യം അവിടെ തീർന്നു. പിന്നെ വരുന്നത് ടെസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഈ പഠിച്ചതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ പഠിച്ചത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് വീക്ക്ലി എക്സാം ഉണ്ട്. ഓരോ വീക്കും നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സിന്റെ പരീക്ഷകൾ ഉണ്ടാവുന്നതായിരിക്കും. പബ്ലിക് എക്സാം അടുക്കുമ്പോൾ നിങ്ങൾക്ക് മോഡൽ പരീക്ഷകൾ ഫുൾ ലെങ്ത് കംപ്ലീറ്റ്, ആ എന്താണോ നിങ്ങളുടെ +1 പബ്ലിക് എക്സാമിൽ വരാൻ പോകുന്ന ആ പാറ്റേൺ, അതേ പാറ്റേണിലുള്ള മോഡൽ എക്സാംസ് ഉണ്ടാവുന്നതായിരിക്കും. ഇതൊക്കെ കൂടാതെ നമ്മൾ ഈ വർഷം എക്സ്ക്ലൂസീവ്ലി ഈ വർഷം സ്റ്റാർട്ട് ചെയ്തൊരു ഫീച്ചറാണ് മക്കളെ, ഷോർട്ട് നോട്ട്സ് ബേസ്ഡ് ലൈവ് ഫീച്ചർ. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കണമെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ഇതിന് പരീക്ഷയ്ക്ക് മുൻപ് ഒന്നും കൂടി പെട്ടെന്ന്, അതായത് ഒരു 20 മിനിറ്റിൽ ഒരു ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് തരുമോ സർ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഞങ്ങൾ തരാൻ പോകുന്നൊരു സംഗതിയായിരിക്കും ഈ ഷോർട്ട് നോട്ട്സ് ലൈവ്. അതായത് ഷോർട്ട് നോട്ട്സ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അത് ബേസ്ഡ് ആയിട്ട്
ലൈവുകൾ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണിത്. അപ്പോൾ ഈ ക്ലാസ്സസ് ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവും, മക്കളൊക്കെ റെക്കോർഡർ ആയിരിക്കും ഉണ്ടാവും, ഇത് ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടാവും. എല്ലാ ചാപ്റ്ററിനെയും ഷോർട്ട് നോട്ട് സ്പേസ് ആയിട്ട് ലൈവ് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാം. അതിനു മുമ്പ് ഒരു ഫീച്ചറും കൂടി ഉണ്ട്. ഒരു മിനിറ്റ്, അതിന് മുമ്പ് ഈ ഷോർട്ട് നോട്ട്സ് ലൈവിലെ നോട്ട്സ് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അലക്സ് സാർ ഇപ്പോൾ കാണിക്കുക, നിങ്ങൾക്ക് എക്സാമിന് തലേന്ന് വേഗം ഓടിച്ചു നോക്കണം, അല്ലെങ്കിൽ രാവിലെ വേഗം ഓടിച്ചു നോക്കണം, എല്ലാ ഫോർമും എല്ലാ കാര്യങ്ങളും അതിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ കാണും. ഓക്കെ, അപ്പൊ മക്കളെ ഇതൊക്കെ കൂടാതെ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിന്റെ +1 ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ബുക്കും കിട്ടുന്നതായിരിക്കും. 360 രൂപ വേർത്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കും നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ബാങ്കിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കോ, 50 പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളായിരിക്കും ആ സാധനത്തിലുള്ളത്. അപ്പം നിങ്ങൾ ഈ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഫീച്ചേഴ്സിലെ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ പരീക്ഷയുടെ സമയത്ത്, പരീക്ഷയുടെ ഒരാഴ്ചക്ക് മുൻപ് എപ്പോഴും ഈ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമ്പോൾ ഈ ബുക്ക് ആയിരിക്കും. കാരണം ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ബുക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. നിങ്ങൾ എപ്പോഴും ആപ്പ് എടുത്തിട്ട് വീഡിയോ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ബുക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. എക്സ്ട്രാ ഫീച്ചേഴ്സ്, എക്സ്ട്രാ പൈസ നിങ്ങൾ അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് എന്താണെന്ന് ആലോചിക്കുന്നവർക്ക് മക്കളെ ഇതേ ഉള്ള സംഭവം. ഞാൻ ചെറിയ സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ മോഷണൽ പ്ലെയിനിന്റെ ഞാൻ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് ആണ്. ബൈ ദ വേ, ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ നമ്മുടെ ഫാക്കൽറ്റി ആരാണോ ആ ചാപ്റ്റർ എടുക്കുന്നത് ആ ഫാക്കൽറ്റി കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പരീക്ഷയ്ക്ക് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പരീക്ഷയ്ക്ക് വേണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അനാവശ്യ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേറെ എവിടുന്നും ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല, ആ ടീച്ചേഴ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതായത് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് മോഷണൽ പ്ലെയിന് വേണ്ടിയിട്ട്. അപ്പോൾ മോഷണൽ പ്ലെയിനിൻ്റെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് എന്താണ് ഈ രീതിയിലായിരിക്കും ഉണ്ടാവും. ഇതൊരു പേജ് മാത്രമാണ്, ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് സാമ്പിൾ മാത്രം കാണിക്കുന്നുള്ളൂ, ഫുള്ള് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ നമ്മുടെ വൺ ഷോട്ട് റെക്കോർഡ് ക്ലാസ് വെച്ച് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈവിൽ വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അതിൽ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ റിവൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ലൈവായിട്ട് റിവൈസ് ചെയ്ത് തരുന്നതായിരിക്കും. സാർ ഇതും കൂടെ അയച്ചു തന്നാൽ പോരെ, എന്തിനാ അപ്പോൾ സാറ് വന്നിട്ട് റിവൈസ് ചെയ്യേണ്ട ആവശ്യം? അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മക്കളെ, ഇത് ഞാൻ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ അയച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻഫാക്ട് അയച്ചു തരുകയും ചെയ്യും, നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അത് അവൈലബിൾ ആയിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം പല ചോദ്യങ്ങൾ, പല ഫോർമുലയൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫോർമുല എന്തിനാണ് ഉപയോഗിക്കുക, ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത്, ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അതറിയാണ്ട് നിങ്ങൾ പരീക്ഷയിൽ ഈ ഫോർമുല മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് എക്സാമ്പിൾ ചോദ്യങ്ങളടക്കം അതിൻ്റെ ആൻസറൊക്കെ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ ലൈവിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഫോർമുല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇപ്പം ഇതിൽ കൊടുത്ത് കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് പരീക്ഷയിൽ വരിക എന്നുള്ള കാര്യം നമ്മുടെ ലൈവിലാണ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആയിരിക്കും ഈ ഷോർട്ട് നോട്ട്സ് കൊണ്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെച്ചിട്ട് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഇപ്പോൾ മോഷണൽ പ്ലെയിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫ്ലൂയിഡ്സിൻ്റെ കംപ്ലീറ്റ് കാണിക്കുന്നില്ല, ജസ്റ്റ് ആദ്യത്തെ ഭാഗം നിങ്ങൾ നോക്കി. അപ്പോൾ ഈ വളരെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കവർ ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. ഒരു സാധനം പോലും ഇതിൽ മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എല്ലാ ഫോർമുലയും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമ്മൾ ലൈവ് എടുക്കുന്നതോടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ട്സ് ബേസ്ഡ് ലൈവ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു സംഗതിയാണ് ഷോർട്ട് നോട്ട്സ് ലൈവ്. അപ്പോൾ എല്ലാ ചാപ്റ്ററിനെയും നമ്മുടെ ഫാക്കൽറ്റി കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കുന്ന ദിസ് ഈസ് കഷ്ടപ്പാട്. കാരണം വെറുതെ എവിടുന്നോ ബുക്കിൽ നിന്ന് വല്ല പറിച്ചു കൊണ്ടുവരുന്നുണ്ടാക്കിയ ഒട്ടിച്ച് വെച്ച സാധനം അല്ല അത്. നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ സ്ലൈഡും ഓരോ പിക്ചറും ഓരോ വാക്കുകളും ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറേ എഫേർട്ട് ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട്. ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ഈ ഒരു പുതിയ ഫീച്ചർ. കാരണം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് ഏറ്റവും എഫിഷ്യൻ്റ് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ഫീച്ചർ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടിപൊളി ഫീച്ചറാണ്, അടിപൊളി എന്ന് പറയാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഫീച്ചറും കൂടി ഉണ്ടാവുന്നതായിരിക്കും. അപ്പം മക്കളെ, അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ. ഒന്നും പറയാനില്ല. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മക്കളെ, ഒന്നും പഠിച്ചവരല്ലെങ്കിൽ പോലും, നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും 95% മാർക്കിന് മുകളിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ വെച്ച് മാത്രം എത്തിക്കും. ഒരു സംശയമില്ല, അത് എത്തിച്ചിരിക്കും നിങ്ങളെ കൊണ്ട്. നിങ്ങൾക്ക് ഈ +1 ഏറ്റവും ബെസ്റ്റ് മാർക്സ് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് ആയിരിക്കും ഞങ്ങൾ തരാമെന്ന്. അത് ഗ്യാരണ്ടീഡ് ആണ്. കാരണം നമ്മുടെ ബാച്ചിന്റെ ക്വാളിറ്റി 100% ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, കേരളത്തിലെ റെക്കോർഡ് ബ്രേക്കിംഗ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് +1 ഫുൾ മാർക്ക് മേടിച്ച എക്സാമിനറിന്റെ ബാച്ചിൽ നിന്നായിരുന്നു. അപ്പോൾ അതിലും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മൾ ചെയ്ത്, അനാലിസിസ് വീഡിയോ ആയിക്കോട്ടെ, ഷോർട്ട് നോട്ട്സ് ലൈവ് ആയിക്കോട്ടെ, എല്ലാം ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിങ്ങനെ വെറുതെ ഇങ്ങനെ സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നമ്മൾ എക്സാമിനർ കഴിഞ്ഞ വർഷത്തെ ബാച്ചിൽ നമ്മൾ ഈ വർഷം പൊട്ടിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓവർ ലേറ്റ് ആയിട്ടല്ല തുടങ്ങും. നിങ്ങളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഫസ്റ്റ് ബാച്ചിൽ ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മക്കളെ
December 23rd. അപ്പോൾ ഈ ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം 10th ക്ലാസ് പോലെയല്ല കുറേ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. PYQ ചെയ്യാനുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും ലൈവും ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുക്കുക. ഫസ്റ്റ് ബാച്ചിലെ സീറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും. എല്ലാവരും പിടിച്ച് നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി ബാച്ചിന്റെ ഫീസ് എത്രയായിരിക്കും ആലോചിക്കുന്നവർ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ. ഈ ബാച്ചിന്റെ ഫീസ് ഇൻക്ലൂഡിംഗ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് എത്രയായിരിക്കും? 2000 rupees ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ സബ്ജക്റ്റിന്റെ കേസിൽ ഷോർട്ട് നോട്ട്സ്, അതുപോലെ റെക്കോർഡ് ക്ലാസ്, ക്വസ്റ്റ്യൻ ബാങ്ക്, പല രീതിയിലുള്ള പലരുടെയും എഫേർട്ടാണ് അതിൽ വരുന്നത്. അപ്പം അതിനുള്ള ഫീസ് 2000 ആണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള ഫീസാണ്. നിങ്ങൾ കംപ്ലീറ്റ് +1 പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ബാച്ചാണത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ റീസണബിൾ ആയിട്ടുള്ള ഫീസാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു മാർഗ്ഗം കൂടി ഞാൻ പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എക്സാമിനറിനെ +2 ഏത് ബാച്ചിലും +2 ഉയരെ ബാച്ച് ആയിക്കോട്ടെ, ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ബാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 വേദ നീറ്റ് ബാച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 JEE ബാച്ച് ആയിക്കോട്ടെ, +2 JEE ബാച്ച് ആയിക്കോട്ടെ, ഏത് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും, ഏത് ബാച്ചിൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ നമ്മുടെ +1 ഉജ്വൽ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ എക്സാമിനറുടെ കൂടെ എന്തായാലും +2 പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളിവിടെ ഉണ്ടോ. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇതിന് എഫക്റ്റീവ്ലി ഒരു ഫീസും കൊടുക്കേണ്ട ആവശ്യം. നിങ്ങൾ നേരെ +2ലേക്ക് ജോയിൻ ചെയ്തോളൂ. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്കി തരുന്നതായിരിക്കും. +2 എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നവർക്ക് +2 ഒരു കുറവൊന്നും ഉണ്ടാവില്ല. +2 സ്റ്റഡി മെറ്റീരിയൽ നിന്ന് കിട്ടുന്നതായിരിക്കും. +2 എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരം കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രമായിട്ട് ജോയിൻ ചെയ്യണം, 2000 rupees കൊടുത്ത് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി +1 ബാച്ചിൽ പഠിക്കുന്നവർ ഇതിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഇതിന് പകുതി ഫീസ് കൊടുത്താൽ മതി ഓൾറെഡി പഠിക്കുന്നവർക്ക്. പക്ഷേ ഞാൻ പറയുകയാണ് ഏറ്റവും ബെസ്റ്റ് സംഗതി എന്താണ് മക്കളെ, നിങ്ങൾ എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് അറിയാം എക്സാമിനർ ആരാ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എല്ലാ കാര്യങ്ങളും എക്സാമിനർ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഇയർ എക്സാമിനറോട് പഠിക്കുകയാണ് ആഗ്രഹമെങ്കിൽ, അതാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ജസ്റ്റ് ജോയിൻ +2 ബാച്ച്, യു വിൽ ഗെറ്റ് ദിസ് ഫ്രീ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാച്ചിന്റെ കാര്യങ്ങൾ. ബാച്ച് നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 23rd ഡിസംബറിലാണ്. ഓൾറെഡി കുറേ കുട്ടികൾ ഈ സംഗതി ഈ ബാച്ചിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യരുത്. വേഗം തന്നെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, പഠിക്കാൻ റെഡി ആവാം മക്കളെ. നമുക്ക് എന്ത് ചെയ്യണം? +1 തകർക്കണം. +1 പബ്ലിക് എക്സാമിൽ 95% മുകളിൽ നമ്മൾ വാങ്ങിച്ചിരിക്കും. ഓക്കെ, ഈ ഒരു ബാച്ചിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ ഫീച്ചർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്കിനി ബാച്ച് തുടങ്ങുമ്പോൾ കാണാം.